പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ചർച്ച ചെയ്ത നിർണായക വിഷയങ്ങളിലൊന്നായിരുന്നു അനധികൃത ഇന്ത്യൻ കുടിയേറ്റം. ഇക്കാര്യം മോദി ചർച്ചയ്ക്കിടെ പരാമർശിക്കുകയും അനധികൃത കുടിയേറ്റക്കാരോടുള്ള അമേരിക്കയുടെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുകയുമാണ് ചെയ്തത്. മോദി വാഷിംഗ്ടണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ തന്നെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുള്ള 2 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഇതിലൂടെ സൗഹൃദം വേറെ നയം വേറെ എന്ന് അമേരിക്ക കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. അനധികൃത കുടിയേറ്റം എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല. 2009 മുതൽ അമേരിക്ക അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്നുമുണ്ട്. 2009 മുതൽ ഇതുവരെ ഏതാണ്ട് 15,000-ലേറെ ഇന്ത്യക്കാരെ അമേരിക്ക തിരിച്ചെത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും അമേരിക്കയിൽ എങ്ങനെയെങ്കിലും എത്തി ജീവിതം കരുപിടിപ്പിക്കാൻ നോക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. പലരും 25 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. മനുഷ്യക്കടത്ത് സംഘങ്ങളുടെയും ഏജന്റുമാരുടെയും കൈകളിലെ ഇരകളായി മാറ്റപ്പെടുകയാണ് ഇവർ. 50 മുതൽ 60 ലക്ഷം രൂപ ഒരാൾക്ക് നൽകിയാണ് ഇവരിൽ പലരും അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റത്തിനായി പുറപ്പെടുന്നത്. വലിയ മനുഷ്യക്കടത്ത് ലഹരിക്കടത്ത് സംഘങ്ങളുടെ ഭാഗമായി ഇവർ അറിയാതെ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഏതെങ്കിലും താവളത്തിൽ വിമാനമിറങ്ങിയ ശേഷം കാടും മലകളും നടന്നു താണ്ടി ബോട്ട് വഴി കടൽ കടന്നോ അല്ലെങ്കിൽ കാനഡയുടെ അതിർത്തിയിൽ നിന്ന് കൊടും തണുപ്പിൽ കിലോമീറ്ററുകളോളം നടന്നോ US-ലെത്തുന്നവരാണ് പലരും. ഈ യാത്രയ്ക്കിടെ നിരവധി പേർ കൊല്ലപ്പെടുന്നു, അപകടത്തിൽ മരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ കബളിപ്പിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കാൻ ഇന്ത്യ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ്. മോദി ഇന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടത് അതാണ്. ഇത്തരം മാഫിയകൾ ലോകമാകെ പടർന്നു കിടക്കുന്ന വൻ വേരുകളുള്ള വലിയ സംഘമാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഇത്തരം സംഘങ്ങൾ നടത്തുന്ന കൂട്ടക്കൊലകൾ ഒരു പുതുമയേ അല്ല. അത്തരക്കാരെ തീർക്കാൻ ട്രംപ് മനസ്സുവെക്കണമെന്നായിരുന്നു മോദിയുടെ ആവശ്യം. ട്രംപ് ഒരുപക്ഷെ മോദിയുടെ ആവശ്യം പരിഗണിച്ചേക്കാം. അങ്ങനെയെങ്കിലും വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഈ നാട്ടിലെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ വഞ്ചിതരാകാതിരിക്കട്ടെ. കൈകാലുകളിൽ ചങ്ങലയണിഞ്ഞ് അടിമകളെപ്പോലെ സ്വദേശത്തേക്ക് തിരികെ എത്താതിരിക്കട്ടെ. ഇന്നാട്ടിലെ ജനങ്ങൾക്കെല്ലാം സുഗമമായി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകട്ടെ.